റിട്ടയർഡ് SP ടി കെ രാജ്മോഹൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ, നോക്കൂ, ഈ ഒരു വളരെയധികം കുരുക്കാവുകയാണ് പോലീസിന് ഈ കേസ്. അതായത് 4 സ്ത്രീകളുടെ തിരോധാനമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നാകട്ടെ അസ്ഥികൂടങ്ങളും കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ ഈ അസ്ഥി കഷ്ണങ്ങളാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ അന്വേഷണം അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഈ കൂടുതൽ സ്ത്രീകളുടെ തിരോധാനവും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ വേണ്ടതല്ലേ? കാരണം 4 സ്ത്രീകളുടെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസിന് അത്തരമൊരു സംശയം ഉണ്ടാകുമോ? ഈ മേഖലകളിൽ ഈ ഒരു കാലയളവിൽ കാണാതായിട്ടുള്ള മറ്റുള്ള സ്ത്രീകളുടെ തിരോധാനവും ഇതിനൊപ്പം അന്വേഷിക്കാനുള്ളൊരു സാധ്യതയില്ലേ? പ്രത്യേകിച്ച് ഈ സെബാസ്റ്റ്യൻ ഇപ്പോഴും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസ് ആണ് ഇതെല്ലാം. ഈ 4 സ്ത്രീകൾ ഇപ്പം കാണുന്നില്ല എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അതിലൊരു സ്ത്രീയായി ബന്ധപ്പെട്ട് ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റു 3 സ്ത്രീകളുടെ കാര്യത്തിൽ ഇയാളുടെ പല പ്രാവശ്യം പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ അന്ന് തെളിവുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് കൂടുതൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, പോലീസ് ആദ്യം തന്നെ ഇയാളെ സംശയം തോന്നുന്ന സമയത്ത് ആദ്യത്തെ കേസിലൊക്കെ പ്രോപ്പറായിട്ട് കേസ് നടത്തിയിരുന്നെങ്കിൽ ഈ ബാക്കിയുള്ള കേസുകൾ റിപ്പീറ്റ് ചെയ്യുമായിരുന്നില്ല. പക്ഷെ എന്തോ കാരണം കൊണ്ടും അന്വേഷണ അനാസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു മെല്ലെപ്പോക്ക് നയം കൊണ്ടോ എന്തോ അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിലാണ് ഇപ്പം അയാൾ ഇൻവോൾവ് ആയിരിക്കുന്നത്. അതിൽ ഫുൾ പ്രൂഫായിട്ട് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തുമ്പോഴാണ് ഈ കേസ് ഇപ്പോൾ ഈ ബാക്കി തിരോധനവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും ഈ ഒരുപാട് ഈ അയാൾ താമസിക്കുന്ന വീട്ടുപറമ്പിൽ അകത്ത് വെച്ച് കുറെ ഈ അസ്ഥികൾ കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഭാഗങ്ങൾക്ക് ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യണം. ഈ അസ്ഥികളൊക്കെ ഫോറൻസിക് അനാലിസിസ് നടത്തണം. അത് മരിച്ചുപോയ ഈ മിസ്സിംഗ് ആയ ബാക്കി ലേഡീസിന്റെ ബന്ധപ്പെട്ടാണെന്ന് നോക്കണം. അപ്പം ഇതെല്ലാം കൂടി ഒരു ക്രോഡീകരിച്ച ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അതിനിപ്പോ എനിക്ക് തോന്നുന്നത് ഈ കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതുകൊണ്ട് ഈ കേസ് മൊത്തമായും ഒരു ക്രൈംബ്രാഞ്ച് യൂണിറ്റിന് കൊടുത്തിട്ട് അവര് സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ വിപുലമായിട്ട് അന്വേഷിക്കേണ്ട കേസാണ്. കാരണം ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ബാക്കി നിൽക്കുന്ന ഒരു നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ് ഇതൊക്കെ. കൂടാതെ ഈ പ്രതി എന്ന് പറയുന്ന ആള് ഈ ഒരു കേസുമായി സഹകരിക്കുന്നല്ലാതെ ബാക്കി കേസുമായി അയാൾ സഹകരിക്കുന്നില്ല. പക്ഷെ അയാളുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ മറ്റ് ഈ സ്ത്രീകളെ കാണാതായ കേസിലും അയാളുടെ ഇൻവോൾവ്മെന്റ് പല സമയങ്ങളിലായി വന്നതാണ്. പക്ഷെ എവിഡൻസുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കേസാണ്. ഈ കേസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സസ്റ്റെയിൻഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിന്റെ എല്ലാ ലൂപ്പ് ഹോൾസ് അടിച്ച് ഒരു യൂണിറ്റ് തന്നെ അന്വേഷണമായിട്ടെടുത്ത് ആ യൂണിറ്റിലെ ബാക്കി ഉദ്യോഗസ്ഥന്മാരും കൂടി ഡീറ്റെയിൽ ആയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മാത്രമേ ഇന്ന് നമ്മൾ കാണുന്ന സംശയങ്ങളും ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും പോലീസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനി തുടർ നടപടികളൊക്കെ പോലീസ് എങ്ങനെയാകും സ്ഥിരീകരിക്കുക? കാരണം ഈ കിട്ടിയിട്ടുള്ള അസ്ഥി കഷ്ണങ്ങളൊക്കെയും ഈ 4 സ്ത്രീകളുടേതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കേണ്ടതായില്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ കിട്ടിയ അസ്ഥികളൊക്കെ ഇനി ഈ സ്ത്രീകളുടെ ആണോ, അതിന് വേറെ വല്ല അസ്ഥികളാണോ, മനുഷ്യ അസ്ഥികളാണോ, അതൊക്കെ ഈ ഫോറൻസിക് എക്സാമിനേഷനിൽ വളരെ ക്ലിയർ ആയി മനസ്സിലാവും. പിന്നെ അതിൽ തന്നെ ചില DNA നടത്താൻ പറ്റും, ചിലതിൽ പറ്റുന്ന വരില്ല. അപ്പൊ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പം. പക്ഷെ അതിൽ മെഡിക്കോ ലീഗലായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തോട്ടും സീരിയസ് ആയ ഇൻവെസ്റ്റിഗേഷനും വേണം. അതിനൊരു ടീം ഓഫ് ഡോക്ടേഴ്സും പിന്നെ ബാക്കി ഫോറൻസിക് എക്സ്പെർട്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യണം. കാരണം ഇതില് കാണാതായി എന്ന് പറയുന്ന ആൾക്കാരെ ആ പറമ്പിനകത്ത് തന്നെ എവിടെയെങ്കിലും കത്തിച്ചു കളഞ്ഞോ അല്ല കുഴിച്ചിട്ടോ എങ്ങനെയാണ് ഇതൊക്കെ ഈ കണ്ടുപിടിച്ച ഈ അസ്ഥികളൊക്കെ എങ്ങനെയാണ് അവിടെ വന്നത്, അതൊക്കെ ആരുടെ അസ്ഥിയാണ്, ഇതൊക്കെ ഒരു വളരെ ലബോറിയസ് ആയ ടാസ്ക്കാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് പോലീസ് ഫോഴ്സിന്. അത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വളരെ കൃത്യമായിട്ട് നടത്തണം. കാരണം അതിന് ഒരു ശരിയായ ഒരു ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഉണ്ടാവണം. അയാളെ സഹായിക്കാൻ വേണ്ടി ബാക്കി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാരുണ്ടാവണം. അതൊക്കെ കൂടി കമ്പൈൻഡ് ആയിട്ട് നടത്തേണ്ട ഒരു കേസാണ്. കാരണം എനിക്കൊന്നും ഇങ്ങനെയുള്ള ഒരു കേസ് അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഒരു പ്രതിയും 4ഓളം സ്ത്രീകളുടെ തിരോധനമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് നമ്മളെല്ലാവരും. അപ്പൊ അതിൽ തന്നെ ഒന്ന് മാത്രമാണ് കൺഫേം ആയത്. ബാക്കി ഈ പ്രതി എന്ന് പറയുന്ന ആള് അയാൾ ഒരു തരത്തിലും പോലീസുമായി സഹകരിക്കുന്നില്ല. അപ്പം
തീർച്ചയായിട്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസാണ്. അത് വളരെ സിസ്റ്റമാറ്റിക്കൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ സാധിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഇനി കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യങ്ങൾ അടക്കം അന്വേഷിക്കേണ്ടതായുണ്ട്. പക്ഷേ അതിനൊക്കെയും അത്യാവശ്യമായുള്ളത് സെബാസ്റ്റ്യൻ ഈ കാര്യങ്ങളിലേക്ക് ഒരു കൃത്യമായ വിവരം പോലീസിന് നൽകുക എന്നുള്ളതല്ലേ? അതല്ലേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഇവിടെ ഇപ്പോൾ പോലീസ് ഈ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും 2.5 ഏക്കർ സ്ഥലമുണ്ട്. ഈ സ്ഥലമൊക്കെയും ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും വലിയ വെല്ലുവിളിയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പൊ നമ്മൾ ധർമ്മസ്ഥലയിൽ കാണുന്നില്ലേ, ധർമ്മസ്ഥലിൽ ഇപ്പോൾ വലിയ ടീം ഓഫ് ഡോക്ടേഴ്സ്, ടീം ഓഫ് ഓഫീസേഴ്സ്, ഒരു ADGP ലെവൽ ഓഫീസറും അതിന്റെ കീഴിലുള്ള ബാക്കി SP-മാരൊക്കെ ഉണ്ടാക്കി ധർമ്മസ്ഥലിൽ ഇപ്പം ഈ ഭൂമി കളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യാനാ, ഇഷ്യൂസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തേ പറ്റൂ. കാരണം പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഇൻവെസ്റ്റിഗേഷൻ. വേറെ ലോകത്ത് ഒരു ഏജൻസിക്കും ആ പവേഴ്സ് കൈമാറിയിട്ടില്ല. അത് പോലീസിന്റെ മാത്രം പവേഴ്സാണ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് പോലീസാണ്. അപ്പൊ അവർ തീർച്ചയായിട്ടും വളരെ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതാണ് പറയുന്നത്, ഇതൊരു ടീം ഫോം ചെയ്തിട്ട് ആ ടീമിനെ, ഉത്തരവാദപ്പെട്ട ടീമിനെ ഏൽപ്പിച്ച് അതിനെ പ്രോപ്പറായിട്ട് ഒരു സീനിയർ ഓഫീസർ, കൺട്രോളിംഗ് ലെവൽ സീനിയർ ഓഫീസറിന്റെ കൺട്രോളിംഗിൽ തീർച്ചയായിട്ടും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ബ്രേക്ക് ത്രൂ ഉണ്ടാകും. പിന്നെ ഇതിൽ അക്യൂസ് എന്ന് പറയുന്ന ആൾ സ്വാഭാവികമായിട്ട് എല്ലാം ഡിനൈ ചെയ്യുള്ളൂ. അയാളുടെ ഒരു പുകപറ സൃഷ്ടിക്കണം അയാൾ. അപ്പൊ അയാൾ പല കാര്യങ്ങളും സഹകരിച്ചാൽ തന്നെ അയാൾ പല മിസ് ഇൻഫർമേഷൻ ഒക്കെ തരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അയാളെ കൂടുതൽ യാത്ര ചെയ്ത ആൾക്കാർ, അയാളെ കൂടുതൽ സ്ഥിരമായിട്ട് അന്ന് ആ കാലഘട്ടങ്ങളിൽ യാത്ര ചെയ്ത ആൾക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാര്, അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർമാര്, അല്ലെങ്കിൽ നാട്ടിൽ പാല് കൊണ്ടുവരുന്ന, അങ്ങനെ പല ആൾക്കാരെയും പോലീസ് ഡീറ്റെയിലായി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്ത് ചോദ്യം ചെയ്ത് മോറിക്കാർഡാക്കി അതിൽ നിന്ന് തെളിവുകൾ കിട്ടിയത്, ആ തെളിവുകൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറെ തെളിവുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും വെച്ച് ഇയാൾ ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ മിക്കവാറും ബ്രേക്ക് ത്രൂ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഒരുപാട് ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, ആ ഇൻഫർമേഷൻ വെച്ച് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുക, അപ്പൊ ഇയാളെ ഇന്ററോഗേറ്റ് ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും പ്രതി പല കാര്യങ്ങളിലും ഉത്തരം മുട്ടുമ്പോൾ സത്യം പറയേണ്ടി വരും. അങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്ക്. അങ്ങനെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഇത് തെളിയുമെന്നതിന് യാതൊരു സംശയമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ടി കെ രാജ്മോഹൻ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.